അപ്പോൾ സാധനം മാറ്റിയിട്ടുണ്ട് ഗൈസ്. ഗൈസ് ബൈക്കിൻ്റെ ബ്രാക്ക് ഷൂ മാറിയല്ല. അപ്പോൾ രാവിലെ തന്നെ ബ്രാക്ക് ഷൂ മാറാൻ വേണ്ടി സാധനം വാങ്ങിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ബ്രാക്ക് ഷൂ തീർന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ടൂൾസൊക്കെ എടുക്കണം. ടൂൾസ് ഇവിടെ ഉണ്ട്. ടൂൾസ് ഇതിൻ്റെ അകത്തുണ്ട്. ഗൈസ് ഇപ്പോൾ ഇത്രയും സാധനങ്ങളാണുള്ളത്. ടൂൾസ് 22ന് ഒന്ന് എടുത്തിട്ടുണ്ട്, അത് വേറെ ആവശ്യത്തിനാണ്. 19 എടുത്തിട്ടുണ്ട്, 14 എടുത്തിട്ടുണ്ട്, 17 എടുത്തിട്ടുണ്ട്, 13 എടുത്തിട്ടുണ്ട്. ഇത്രയാണ് എടുക്കണം. കവർ ഇട്ടുകൊണ്ട് പോകും. ബ്രാക്ക് ഷൂ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ വന്നിട്ടുണ്ട്. ഇത് ഹീറോയിലെ ഒരു കടയാണ് കേട്ടോ. ഇവിടെ സാധനമുണ്ട് ഗൈസ്. അപ്പം ഇതാണ് ഐറ്റം കേട്ടോ. 175 രൂപയാണ്. സ്പ്രിങ് ഉൾപ്പെടെയാണ് വന്നത്. പക്ഷേ ഇന്നാളെ ഞാൻ വാങ്ങിച്ചാൽ സ്പ്രിങ് ഇല്ലായിരുന്നു കേട്ടോ. ഗൈസ് ടാമ്പർ ബുഷ് ഉണ്ട് കേട്ടോ. ഇത് 110 രൂപയാണ്. ഇത് സ്പ്ലെൻഡറിനെയാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ സാധനം വാങ്ങിച്ചിട്ടുണ്ട് ഗൈസ്. സംഭവം 175 രൂപയാണ് കേട്ടോ. ഹെൽമെറ്റ് ഊരാത്ത ഭയങ്കര വെയിൽ. ഇനി ഒന്നുകൂടെ എടുത്ത് വയ്ക്കാൻ വയ്യ ഗൈസ്. അപ്പോൾ തിരിച്ച് വീട്ടിൽ എത്തി. നമ്മൾ പണി തുടങ്ങാൻ പോവുകയാണ് കേട്ടോ. സെൻറ്റർ സ്റ്റാൻഡ് ഇട്ടിട്ടുണ്ട്. 13 കേട്ടോ. 13 തോന്നുന്നു. 13 വെച്ച് പോകട്ടെ. ഓക്കെ, നമുക്ക് 13 വേണ്ടത്. സ്റ്റേ ബോൾട്ട് കിടന്ന് കറങ്ങണം കേട്ടോ. എൻ്റെ പിരി പോയിട്ടുണ്ട്. ആദ്യം നമുക്കിത് അയച്ചെടുക്കാം. നമ്മളെ ബ്രാക്കിൻ്റെ റോഡ് ഒന്ന് അയച്ചെടുക്കാം. ഈ സാധനം അഴിച്ചെടുത്താലേ നമുക്ക് ബ്രാക്കിൻ്റെ ഊരിയെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഊരിയെടുക്കട്ടെ. അപ്പോൾ ആ ബോൾട്ട് ഊരിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു സ്പ്രിങ്ങും ഉണ്ട്. ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ. അതെടുത്തിട്ട് ഇവിടെ മാറ്റി വയ്ക്കുക. ഇന്നാളിതുപോലെ നെട്ട് ഊരി വെച്ച് ഒരെണ്ണം കളഞ്ഞതാണ്. ഇനി ഈ ബ്രാക്കിൻ്റെ ഇത് അയച്ചെടുക്കണം കേട്ടോ. അയച്ചെടുത്താലേ നമുക്ക് ബാക്കിയുള്ള പരിപാടി ചെയ്യാൻ പറ്റൂ. സ്റ്റേ ബോൾട്ട് അയക്കണം. ക്യാമറയിൽ പൊടി വീണ്, മണ്ണ് വീണ്. ഇതിൻ്റെ പിരി പോയിരിക്കണം ഗൈസ്. മണ്ണടിച്ച് ഇതിൻ്റെ പിരി പോയി. മണ്ണും ചെളിയെല്ലാം കൂടെ അടിച്ചടിച്ച് ഒരു പരിവായി. ഇതിൻ്റെ അകത്തൊരു ബുഷുണ്ട്, ഒരു ഇരുമ്പ് ബുഷുണ്ട്, ഒരു റബ്ബർ ബുഷും ഉണ്ട്. ഓക്കെ, ഫൈനലി അത് അയച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് സാധനം. ഇവിടെ ഇരിക്കട്ടെ. അപ്പോൾ ഇത്രയും ഫ്രീ ആയി കേട്ടോ. അടുത്ത പരിപാടി ഈ മെയിനായിട്ടുള്ള നെട്ട് അഴിക്കുക. അത് നമ്മൾ എടുത്തേക്കുന്നത് 19 കേട്ടോ. 19 റിംഗ് സ്പാനറാണ്. ഒരു അഴിക്കത്ത് പാടാണ് കേട്ടോ. ഞാൻ നോർമലി ഇങ്ങനെ വെച്ചിട്ട് ചവിട്ടുകയാണ് ചെയ്യണം. ഇതിപ്പോൾ ഈ നെട്ട് ഊരി വന്നു കേട്ടോ. ഇതിനെ ഇനി ഊരണം. ഇനി ആക്സിൽ തട്ടി ഊരണം. കുറച്ച് ഊരി അങ്ങ് വെച്ചാൽ മതി കേട്ടോ. ഫുൾ ഊരണം നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ ഫുൾ ഊരാ. കുറച്ച് ഊരി വെച്ചാൽ നമുക്ക് പെട്ടെന്ന് ഇടാൻ എളുപ്പമാണ്. തട്ടി വെച്ചാൽ മതി. ടയർ ഊരി എടുക്കട്ടെ. ടയർ ഊരുമ്പോൾ ഇങ്ങനെ ചരിച്ച് ഊരി എളുപ്പമുണ്ട്. പെട്ടെന്ന് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ബുഷ് കേട്ടോ. ഈ ബുഷാണ് ഞാൻ ഇന്ന് വാങ്ങിക്കാൻ വേണ്ടി പോയത്. ഇപ്പോൾ തീർന്നാ ഇല്ലെന്ന് അറിഞ്ഞുകൂടിയായിരുന്നു. ഇത് സ്റ്റീൽ ബേഡിൻ്റെയാണ് കേട്ടോ. സ്റ്റീൽ ബേഡാണ്. സ്റ്റീൽ ബേഡിൻ്റെയാണ് ഇത്. ബുഷ് മാത്രം കമ്പനിയിലല്ല കേട്ടോ, ഹീറോയിലല്ല. ഇത് സ്റ്റീൽ ബേഡിൻ്റെയാണ്. പിന്നെ ബ്രാക്ക് ഷൂ മാത്രം ടയർ എന്തായാലും എടുത്തിട്ടുണ്ട്. അതാണ് നമ്മളെ ബ്രാക്ക് ഷൂ. വലുതായിട്ട് തീർന്നിട്ടില്ല കേട്ടോ. അത്
തീർന്നിട്ടുമില്ല, നല്ല പൊടി അടിച്ചിട്ടുണ്ട്. ഗൈസ് ക്യാമറ അത്രയും കരിയായി കേട്ടോ. ഇനി ചെന്നിട്ട് തുടച്ച് തൂത്ത് വൃത്തിയാക്കണം. അപ്പോൾ ഇതിനെ ഇളക്കി എടുക്കണം കേട്ടോ. ഇതിനെ ഇളക്കി എടുത്തിട്ട് ഇവിടെ ക്ലീൻ ചെയ്യണം. അപ്പോൾ ഇതിനെ ഇളക്കി എടുക്കട്ടെ. ഇനി ഇടയ്ക്ക് എടുക്കാൻ സിമ്പിളാണ് കേട്ടോ. അതിങ്ങനെ വലിച്ചാൽ മതി, ഇളകി വരും. ഇത് പഴയത്. ഇത് ഒരെണ്ണം നല്ല തേഞ്ഞു കേട്ടോ, ഒരെണ്ണം കുറച്ചേ തേഞ്ഞുള്ളൂ. കേട്ടോ ഇത് കണ്ടോ, ഒരെണ്ണം. ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് 9 വർഷം കൊണ്ടായി, ഇതുവരെ ഇതിൻ്റെ അത് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിനി ചെയ്യണമെന്ന് പറയുമ്പോൾ ഇതിനെ ലെയ്ത്തിൽ കൊണ്ടുപോയിട്ട് ത്രെഡ് അടിക്കണം, അങ്ങനെ എന്തുകൊണ്ട് പറയണം. അപ്പോൾ ഇങ്ങനെ ത്രെഡ് അടിച്ചതിന് ശേഷം ഇത് ലെവലാക്കിയിട്ട് രണ്ടാമത് ഇടും കേട്ടോ. അപ്പോൾ ക്ലിയർ ആവും. സ്ക്രൂ ഡ്രൈവർ എടുക്കുക, വയ്ക്കുക, ഒരു കുത്തു കൊടുക്കുക, പൊട്ടി. പുതിയതിൽ കട്ടി ഇത്ര ഉണ്ട് കേട്ടോ. ഇത് കണ്ടോ, പഴയതിൻ്റെ കട്ടി. ഇത് തേഞ്ഞ്, പക്ഷേ ഇത് തേഞ്ഞിട്ടില്ല. ഇത് കണ്ടോ, രണ്ട് സെയിമാണ്, കുറച്ച് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇത് സംഭവം എന്ന് പറഞ്ഞാൽ എയർ അടിച്ച് ക്ലീൻ ചെയ്യണം. എയർ ഗണ്ണ് വെച്ച് അടിച്ചിട്ടേ ക്ലീൻ ചെയ്യാനാണ് ചെയ്യാനുള്ളത്. നമ്മളിൽ ആ സെറ്റപ്പ് ഇല്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഇത് അത്രയും മെയിനായിട്ട് നമ്മൾ സിറ്റിയിൽ നിന്ന് കയറുന്ന മണ്ണാണ് കേട്ടോ. അപ്പോൾ പുതിയ അറ്റാച്ച് ചെയ്യാം. പുതിയതിൽ തന്നെ സ്പ്രിങ്ങും ഉണ്ട്. അപ്പോൾ പഴയ സ്പ്രിങ് വേണ്ടല്ലോ, പുതിയ എടുത്തിടാം. പഴയ സ്പ്രിങ് നമുക്ക് വ്യത്യാസമുണ്ട് കേട്ടോ. സ്പ്രിങ്ങിൽ തന്നെ വ്യത്യാസമുണ്ട്, സൈസിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട് കേട്ടോ. അല്ല, കറക്റ്റ് തന്നെ. ഞാൻ വിചാരിച്ച ഡിഫറൻസ് വരുമെന്ന്. ഒരു സ്പ്രിങ് അങ്ങനെ ഡിഫറൻസ് വന്ന പോലെ തോന്നി കേട്ടോ. അപ്പോൾ പുതിയ സ്പ്രിങ് ഇടാം. ഇതിപ്പോൾ എങ്ങനെ ഇടണമെന്ന് വെച്ചാൽ ഫസ്റ്റ് താണ്ട ഇവിടെ അങ്ങ് കൊളുത്തണം. സെക്കൻഡ് ഇതെടുക്കണം. സെക്കൻഡ് എടുത്തിട്ട് ഇതാ ഇതിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, അതിൽ കൊളുത്തണം. അപ്പോൾ ഇത് ഒരെണ്ണം സെറ്റായി. ഇനി രണ്ടാമത്തതിൻ്റെയും താഴ്ഭാഗത്ത് ഫസ്റ്റത്തെ ഇത് ഇടുക. എന്നിട്ട് ഇതിനെ റിട്ടേൺ കൊണ്ടൊന്ന് മേളിൽ ആക്കിയിട്ട് ഇവിടെ ഇടുക. ഇനി ഇതിൽ കണക്ട് ചെയ്യണം കേട്ടോ. സോ ഫൈനലി സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്യാമറ മൊത്തം ചെളിയായി. ഗൈസ്, അപ്പോൾ ഹബ്ബ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫിറ്റ് ചെയ്യണം. ക്യാമറ വയ്ക്കാൻ പറ്റില്ല കേട്ടോ, ഭയങ്കര പാട്. അതുകൊണ്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റില്ല കേട്ടോ. ഹബ്ബ് ഇതിൻ്റെ അകത്ത് കയറ്റണം. ഫസ്റ്റ് ഹബ്ബ് ഇതിൻ്റെ അകത്ത് കയറ്റി സെറ്റ് ചെയ്ത് നേരെ ടയർ കൊണ്ടുവന്ന് ചരിച്ച് കൊണ്ടുവന്ന് ഇതിൻ്റെ ഇടയിൽ കൂടെ കയറ്റി എവിടെ തട്ടണമല്ലേ, ഇവിടെ ഇവിടെ തട്ടണം കേട്ടോ. എൻ്റെ കമ്പിയില്ലേ, ബ്രാക്കിൻ്റെ റോഡ്, അതിൻ്റെ അവിടെ തട്ടണം. ഇവിടെ കൊണ്ടുവന്ന് ജസ്റ്റ് കയറ്റി നേരെ. വീഡിയോ എടുക്കണ കുറച്ച് ഇതൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ കറക്റ്റ് ക്ലിയർ ആവില്ല, എല്ലാവരും ക്ഷമിക്കണം. കാരണം ഒരാളാണ് വീഡിയോ എടുക്കണത് കേട്ടോ. വേറെ ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എളുപ്പമായിരുന്നു, നമുക്ക് പെട്ടെന്ന് സംഭവം ചെയ്യാമായിരുന്നു കേട്ടോ. അപ്പോൾ സാധനം ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതില്ലേ, ആക്സിൽ കയറ്റി അങ്ങോട്ട് ഫിറ്റ് ചെയ്ത് വയ്ക്കുക. അത് സെറ്റ് ചെയ്ത് ഇനി ആക്സിൽ അടിക്കാൻ കേട്ടോ. തട്ടിക്കൊടുത്താൽ മതി, അപ്പോൾ ഇപ്പുറത്ത് വന്നോളൂ. സാധനം ഇപ്പുറത്ത് വന്നു. ഇനി ഒരു സാധനം കൂടെ ഉണ്ടല്ലേ.
ഈ അഡ്ജസ്റ്ററും കൂടെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇത് ഞാൻ സംഭവം എന്ന് പറഞ്ഞാലേ ഇന്നാളെ എല്ലാം ചെയ്തു കേട്ടോ, ഈ അഡ്ജസ്റ്റർ വയ്ക്കാൻ മറന്നു. നോക്കിയപ്പോൾ ഒരു സാധനം അധികം വന്നു, പിന്നെ രണ്ടാമത് പൊളിച്ച് എടുക്കേണ്ടി വന്നു. എന്നിട്ട് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ബ്രാക്കിൻ്റെ ബ്രാക്ക് ഷേ പിടിച്ചിട്ട് അത് കണക്ട് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് അതിൽ നമ്മൾ ഈ റബ്ബർ ബുഷാണ് കണക്ട് ചെയ്യണം. ആദ്യം ക്യാമറ കുറച്ചുകൂടെ അടുത്തോട്ട് വയ്ക്കാം കേട്ടോ. എന്നിട്ട് പിടിച്ച് വെച്ചിട്ട് താണ്ട ഈ ബുഷില്ലേ, ഫസ്റ്റ് ഇത് റബ്ബർ ബുഷാണ് ഇടാനുള്ള. റബ്ബർ ബുഷ് എടുക്കുക, അത് വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് ഈ ഇരുമ്പ് എടുക്കുക, അത് വയ്ക്കണം. പിന്നെ ഈ ബ്രാക്കിൻ്റെ ഈ സ്റ്റേ കമ്പി അങ്ങോട്ട് വയ്ക്കുക. മറ്റേ ഇതാണ് ഇതിൻ്റെ ബോൾട്ട് കേട്ടോ. നല്ല വെള്ളം തായിക്കണം കേട്ടോ. ഓടി മുടിഞ്ഞ ചൂടിന് തയ്ക്കാൻ പോയി. ഇനി അത് പിരി ചെറിയ ലൂസായതുകൊണ്ട് കിടന്ന് കറങ്ങാം. അതുകൊണ്ട് നമ്മൾ ഇതിനെടുത്ത് ഇതിൻ്റെ മറുഭാഗത്ത് വെച്ചിട്ട് ടൈറ്റ് ചെയ്താൽ മതി. നല്ല ഭംഗിയായിട്ട് ടൈറ്റ് ആവും. അപ്പം ഇനി അടുത്ത് ബ്രാക്കിൻ്റെ ഈ സ്പ്രിങ് ഉണ്ടല്ലേ, റോഡിൻ്റെ ആ സ്പ്രിങ്, ബ്രാക്ക് റോഡിൻ്റെ കമ്പിയിലെ സ്പ്രിങ് ഇടുക. ക്യാമറ ഞാൻ കുറച്ചുകൂടെ സ്പ്രിങ് ഇട്ടിട്ട് ഈ ഒരു സാധനം ഉണ്ട് കേട്ടോ, ഇത് ആദ്യം ഇതാണ്ട് ഇതിൻ്റെ അകത്തോട്ട് ഇടണം. ഇത് ഇടുമ്പോൾ സെറ്റായി. ഇനി സ്പ്രിങ്ങിൻ്റെ ആ കണക്ഷൻ എടുത്ത് നേരെ ഇതിൻ്റെ അകത്തോട്ട് കൊടുക്കുക. എന്നിട്ട് താണ്ട ഇത് ഒന്ന് കയറ്റി വയ്ക്കുക. ഇനി മെയിൻ ബോൾട്ട് ഉണ്ടല്ലോ നമ്മൾ ആക്സിലിൻ്റെ, അതിൻ്റെ അതിൽ കയറ്റി വെച്ചിട്ട് ടൈറ്റ് ചെയ്യണം. അതിന് മുമ്പ് നമുക്ക് ബ്രാക്കിൻ്റെ അത് ഗൈസ്, അങ്ങനെ ബ്രാക്ക് ഷൂ എല്ലാം മാറി റെഡി ആയിട്ടുണ്ട്. വണ്ടി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ഓയിൽ ഇന്നലെ മാറി കേട്ടോ. അതിന് എയർ ഫിൽറ്റർ മാത്രമേ ഒന്ന് വൃത്തിയാക്കാവുള്ളൂ. അത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം. ഇപ്പോൾ സംഭവം റെഡി ആക്കിയിട്ടുണ്ട്. ബ്രാക്കെല്ലാം സെറ്റായി കേട്ടോ. അപ്പോൾ ഇനി ഉച്ചയ്ക്ക് പിടിക്കാൻ പോകണം. പിന്നെ ഇവിടെ കുറച്ച് പരിപാടിയുണ്ട് കേട്ടോ. രണ്ടൊന്ന് കുരുമുളക് നടാറുണ്ട്. അപ്പോൾ അതിൻ്റെ സെറ്റപ്പായിട്ട് ഇന്നലെ പൈപ്പൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നേരെ വീട്ടിൽ ചെന്ന് ചോറ് കഴിക്കാം. ഓക്കെ, ഇനി കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എയർ ഫിൽറ്ററും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. പക്ഷേ ബ്രാക്ക് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. ബ്രാക്ക് റെഡി ആയിട്ടുണ്ട്, അടിപൊളിയാണ്. തിരിച്ച് വീട്ടിൽ എത്തി. നേരെ ചോറ് കഴിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ 4 പേർ കോംബോയാണ്. തലേണ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് കഴിക്കാൻ പോവുകയാണ്. മരിച്ചിനുണ്ട്, ചോറുണ്ട്, മീൻകറി ഉണ്ട് കേട്ടോ. ഇത് പാര മീനാണ്. അമ്പട്ടപ്പാരയാണ്, അങ്കട്ടപ്പാര അങ്ങനെ എന്തോന്ന് പറയണം. ഈ പാര മീൻ എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റാണ്. കണ്ടായ ശകലേ ഉള്ളൂ മീൻ, ചപ്പി ഇങ്ങനെ തന്നെ ഇരിക്കണം. പക്ഷെ ഒടുക്കത്തെ ടേസ്റ്റാണ്. മുള്ളുണ്ട്, സ്കൂച്ച് തിന്നില്ലെങ്കിൽ തൊണ്ടയിൽ കയറിയിരിക്കും.
നല്ല വിശപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മൾ നേരെ കഴിച്ചിട്ട് നേരെ വാഴാട്ടക്കടുത്ത് പോകണം. അവിടെ ചെന്ന് കുറച്ച് പരിപാടിയുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം നമുക്ക് വർക്കിന് ഇറങ്ങണം. ഗൈസ്, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. മാക്സിമം ഷെയർ ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ. ഓക്കെ.